ഹായ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്, എങ്ങനെ അതിനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ ഡെലിവറി ഡ്രൈവറിനെ അസൈൻ ചെയ്യുന്നു, ഇതൊക്കെയാണ്. ഓക്കെ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആസ് യൂഷ്വൽ ഒരു കസ്റ്റമർ എങ്ങനെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മളോട് നോട്ടിഫിക്കേഷൻ്റെ ചോദിക്കും. പിന്നെ ഡെലിവറി ആണോ ടേക്ക് അവേ ആണോ എന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ഡൈനിനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. നമുക്ക് ഡൈനിൻ പ്രീ ഓർഡർ ചെയ്യാമെങ്കിൽ നമുക്ക് ഞാൻ ഇന്ന ടൈമിൽ വരും എന്നുള്ള രീതിയിൽ. ഓക്കെ. ഞാനിപ്പോൾ ഡെലിവറി കൊടുക്കുവാണ്. ഡെലിവറി കൊടുക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി എന്ത് ചെയ്യും, എന്നോട് ലൊക്കേഷൻ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഞാനിപ്പോൾ അജ്മാൻ എന്ന സ്ഥലം കൊടുത്തു. ഞാനിപ്പോൾ കൺഫേം ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് ഫുൾ നെയിം ചോദിക്കും, നമ്പറും ചോദിക്കും. ഇനിയിപ്പോൾ എനിക്കിത് ഫ്ലോർ 1 ആക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു, ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് ഓർഡർ ചെയ്യാം. ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വേരിയൻസ് ഉള്ളതൊക്കെ ഈ രൂപത്തിൽ വരും. അല്ലാത്തൊക്കെ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്ത് പോകാം. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്നോട് ഫോൺ നമ്പർ ചോദിക്കും. ഞാൻ ലോഗിൻ ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ OTP ബേസ്ഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്സപ്പിൽ ഡയറക്റ്റ് OTP വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് OTP വെരിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്ത് കാര്യങ്ങളെല്ലാം ഇന്ന് ഡിസ്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് വരും. ഇനിയിപ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് ഇപ്പോൾ കറൻറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലേസ് ഓർഡർ ചെയ്യുകയാണ്. ഓക്കെ, പ്ലേസ് ഓർഡർ ചെയ്തു, ഓർഡർ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അഡ്മിൻ ആപ്ലിക്കേഷൻ വന്നത്. ഓക്കെ, നമുക്കിത് ആപ്പ് സ്റ്റോറിൽ, പ്ലേ സ്റ്റോറിൽ, ഇനിയിപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ വിൻഡോസിൻ്റെ സിസ്റ്റം ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഓർഡർ ഇപ്പോൾ വന്നിട്ടുണ്ട്, ലൈവ് ഓർഡർ വന്നിട്ടുണ്ട്. നമുക്കിത് ക്യാൻസൽ അക്സെപ്റ്റ് ചെയ്യാം. നമ്മളിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് ആ സമയത്ത് തന്നെ കസ്റ്റമറിൻ്റെ ഫോണിന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്തേക്കണേ. ഇതേപോലെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, മാർക്ക് റെഡി കൊടുത്തു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോന്ന് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പാച്ച് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡെലിവറി ഓർഡർ വരുമ്പോൾ ഡിസ്പാച്ച് ചെയ്യണം. അപ്പോൾ ഡിസ്പാച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഏത് ഡെലിവറി ഡ്രൈവറിനാണ്. ഇപ്പോൾ അബിൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, ആ ഡെലിവറി ഡ്രൈവറിന് നമ്മൾ എന്ത് ചെയ്തു, അസൈൻ ചെയ്തു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡെലിവറി ഡ്രൈവറിൻ്റെ ഫോണിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഒരു നോട്ടിഫിക്കേഷൻ ലോങ് റിങ് പോകണുണ്ടാവും. ഒപ്പം തന്നെ കസ്റ്റമറിൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. നമുക്ക് ഇനി നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഡെലിവറി ഡ്രൈവറിൻ്റെ ഒരു ഫോണാണ്. ഓക്കെ, ഡെലിവറി ഡ്രൈവറിന് ഇപ്പോൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കൊരു റിങ്ങിങ് സൗണ്ട് നമ്മൾ നേരത്തെ കേട്ടതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഡെലിവറി ഡ്രൈവറിൻ്റെ ആപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെലിവറി ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് യൂസറിൻ്റെ പേര്, നമ്പർ, ഇനിയിപ്പോൾ ടൈം കാര്യങ്ങൾ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷൻ ഉൾപ്പെടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഡെലിവറി ഡ്രൈവറിൻ്റെ ഫോണിൽ ഓൾറെഡി GPS എനേബിൾഡ് ആണ്. അപ്പോൾ നമ്മളിനി കസ്റ്റമറിൻ്റെ ഫോണിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ഡീറ്റെയിൽസ് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി ബോയ് എവിടെ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്യാം. ഇനിയിപ്പോൾ പേയ്മെൻറ്റ് മേടിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മേടിച്ചു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഇനിയിപ്പോൾ ഇത് കളക്ട് ഫ്രം കസ്റ്റമർ, ഇത് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ക്യാഷ് ഓൺ ഡെലിവറി ആണ്. അല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി കളക്റ്റഡ് ആണ്, പെയ്ഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. ഇനിയിപ്പോൾ ഡെലിവറി ബോയ് അസൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കസ് ഡെലിവേർഡ് എന്ന് കൊടുക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ ഓപ്ഷൻസിലും ഇപ്പോൾ നമുക്ക് ഡെലിവറി മാനേജ് ചെയ്യുന്ന സ്ഥലത്തും കസ്റ്റമറിനൊക്കെ എന്ത് ചെയ്യും, കംപ്ലീറ്റഡ് ആയതിൻ്റെ മെസ്സേജ് കാണിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്. അപ്പോൾ ബേസിക്കലി ഇതാണ് കസ്റ്റമറിൻ്റെ ആപ്പ് വരുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ അകത്ത് ഇപ്പോൾ ഓരോ സ്റ്റാറ്റസ് കാര്യങ്ങൾ വരുമ്പോൾ അറിയാൻ പറ്റും. പ്ലസ് നമുക്കിപ്പോൾ ഡിസ്പാച്ച് ആയത്, ഫുഡ് റെഡി ആയത്, അക്സെപ്റ്റ് ആയത്, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഓർഡർ റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ റേറ്റിംഗ് കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ വരും. ബേസിക്കലി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓർഡർ മാനേജ് ചെയ്യുന്ന സ്ഥലത്ത് ഈ പറഞ്ഞത് എങ്ങനെ കാണാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഓർഡർ മാനേജ് ചെയ്യുന്ന സ്ഥലത്ത് തിരിച്ചു വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മൾ ഓർഡേഴ്സ് ഇപ്പോൾ ഇല്ലല്ലോ. ഇപ്പോൾ ലൈവായിട്ടുള്ള ഓർഡർ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കാം. ഇപ്പോൾ എല്ലാ ഓർഡേഴ്സും നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിൽ, ഓർഡർ സെക്ഷനിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ്, അവരുടെ ടോട്ടൽ ഓർഡേഴ്സ് എന്തൊക്കെയാണ്, ഡെലിവറി ബോയ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഡെലിവറി ബോയ് ഏതൊക്കെയുണ്ട്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ,
ഇനി നമ്മൾ റിവ്യൂ സെക്ഷൻ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ ഒരെണ്ണം വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഏത് ഓർഡറിലാണ് എന്ത് റിവ്യൂ ആണ് ഇട്ടേക്കുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കും അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഓർഡറിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മെനു മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു മെനു കാറ്റഗറി ക്ലിക്ക് ചെയ്താൽ അവിടെയുള്ള മെനു ഐറ്റംസ് എല്ലാം കാണിക്കും. ഇനി നമുക്ക് അവൈലബിലിറ്റി മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും, ടൈം വേസ്ഡ് ആയിട്ട്. മാത്രമല്ല പ്രയോറിറ്റി മാനേജ് ചെയ്യാനും പറ്റും. ഇതുപോലെ തന്നെ ഓഫേഴ്സ് മാനേജ് ചെയ്യാനുള്ള സെക്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് ഓഫേഴ്സായിട്ടേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.